പലപ്പോഴും ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലതരം ടിപ്സുകളുമായി ആൾക്കാർ വരാറുണ്ട്, ചോദിക്കാറുണ്ട്. എന്തൊക്കെ ചെയ്താൽ എങ്ങനെയൊക്കെ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ പറ്റുമെന്ന്. സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്താൽ നമുക്ക് ഡയബറ്റിസ് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഏതാണാവോ ബെസ്റ്റ് എക്സസൈസ് എന്ന് പലപ്പോഴും ചോദ്യം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിലെ ബെസ്റ്റ് എക്സസൈസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് വെച്ചാൽ നടക്കുക എന്നുള്ളതാണ്. അതിന് ഏതാണ് ഐഡിയൽ ടൈമിംഗ്? ശരിക്കും പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ 2 സമയവും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് നടക്കുന്നതിൽ ഈക്വൽ എഫക്ട്സ് ആണ്. രണ്ടിനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടിനും എഫക്റ്റും ഏകദേശം സിമിലർ ആണ്. എന്നാൽ മാനസികമായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സൈക്കോളജിക്കൽ ഒരു സൂതനിങ് അല്ലെങ്കിൽ മാനസികമായിട്ടൊരു സന്തോഷവും എന്താ പറയുക ഒരു ഉന്മേഷവും കിട്ടാൻ എന്നും നല്ലത് രാവിലെ എഴുന്നേറ്റ് വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സമയത്ത് ഏകദേശം ഒരു അരമണിക്കൂർ എന്ന് വെച്ചാൽ തുടക്കക്കാരൻ അരമണിക്കൂർ നടന്ന് കിതച്ച് ക്ഷീണിക്കണം എന്നല്ല പറയുന്നത്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിൽ തുടങ്ങി അരമണിക്കൂറോളം ബ്രിസ്ക് ആയിട്ട് സമാധാനത്തിൽ സാവകാശം പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് നടക്കുക ഡയബറ്റിസ് കുറയാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു ഫാക്റ്റാണ്. പിന്നെ എക്സസൈസ് എപ്പോൾ ചെയ്യണം? രാവിലെ ചെയ്യാൻ പറ്റിയില്ലേ, ഇനി വൈകുന്നേരം ചെയ്താൽ കുഴപ്പമുണ്ടോ? അങ്ങനെ രാവിലെ ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾക്ക് വൈകുന്നേരം എക്സസൈസ് ഇതുപോലത്തെ ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസസ് ചെയ്യാം. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം കഴിച്ച് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് നടക്കാൻ പോകുന്നതായിരിക്കും ഡയബറ്റിക് പേഷ്യൻസിന് നല്ലത്. നടന്ന് വല്ലാതെ ക്ഷീണിച്ച് വന്ന് വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നതിൽ നിന്നും എപ്പോഴും നല്ലത് ഭക്ഷണം കഴിച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നടക്കുക. ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാർഡിയോസ് പോലത്തെ സിമ്പിൾ എക്സസൈസുകൾ ചെയ്യുക. എന്നിട്ട് വന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഒരു കൂളിംഗ് ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഉറങ്ങുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സസൈസ് പാറ്റേൺ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും.